നമ്മൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ബ്ലഡ് എന്ന ഡ്രാമയാണ്. ഇതിന്റെ കഥ ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വാമ്പയർ ഡോക്ടറായിട്ട് മാറും. എങ്ങനെയുണ്ട്? ഫ്രീ ആയിട്ട് രക്തം കുടിച്ചൂടെ? എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇത് തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ. ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഒരു ബ്ലഡ് കുടിക്കുന്ന വാമ്പയർ അവൻ ഡോക്ടറായിട്ട് മാറും. പിന്നെ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുള്ളത്, എങ്ങനെ അവൻ ആ കഴിവ് കിട്ടി, എങ്ങനെയായിരിക്കും അവൻ ആ വാമ്പയർ ആയിട്ട് മാറിയിട്ടുള്ളത്, ഇതൊക്കെ അറിയണ്ടേ? എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോകാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഒരു പഴയ ബിൽഡിങ്ങിലോട്ട് ഒരു കാർ വരുന്നുണ്ട്. ആ കാറിൽ നിന്ന് വേറെ ആരുമല്ല ഇറങ്ങുന്നത്, നമ്മുടെ ഹീറോ തന്നെയാണ്. ഹീറോ ആ ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയിട്ട് ഒരു ശവകുടീരമുണ്ട്, അതിനെ ഒന്ന് തടവി നോക്കുന്നുണ്ട്. ആ ശവകുടീരത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഹീറോ ആ ശവകുടീരം മാന്തി നോക്കും. മാന്തി അടിയിലോട്ട് ചെല്ലുമ്പോൾ കുറെ അധികം അസ്ഥികൂടങ്ങളുണ്ട്. ഇത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ല, അതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഇതിനുശേഷം അവൻ തിരിച്ചു വരുവാണ് അവന്റെ പട്ടാള ക്യാമ്പിൽ. അവനൊരു പട്ടാള ക്യാമ്പിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഇടയിൽ രോഗികൾക്ക് മരുന്ന് വെച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് പട്ടാളക്കാർക്കാണ് എപ്പം വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോവാം. ആ സമയം അവന്റെ കൂട്ടുകാരനും കൂടെ അങ്ങോട്ട് വരും. അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരനാണ്. അവൻ വന്നിട്ട് ഏതൊരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിനെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റത്തില്ല, കാരണം വേറെ ഏതൊക്കെയോ പട്ടാളക്കാര്, ഓപ്പോസിറ്റ് രാജ്യത്തിന്റെ പട്ടാളക്കാരെ അവരെ വന്ന് ആക്രമിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹീറോനോട് ഇത് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആ കുട്ടിയുടെ ഓപ്പറേഷൻ നോക്കിക്കോളാം എന്ന് പറയും. അതല്ല, ഇവിടെ അനസ്തേഷ്യൊന്നും ഇരിപ്പില്ല. അതൊന്നും ഇല്ലാതെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്താൻ പറ്റത്തില്ല, കാരണം ആ കുട്ടി മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹീറോനോട് ഇത് പറയുമ്പോൾ അവൻ ഓപ്പറേഷൻ ചെയ്തിട്ടേ വരത്തോളം എന്ന് പറയുന്നുണ്ട്. ആ നേരം ഒരു പട്ടാളക്കാരനോട് അങ്ങോട്ട് വന്നിട്ട് ഹീറോനോട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയും. പക്ഷെ അവൻ ഓപ്പറേഷൻ ചെയ്തിട്ടേ വരത്തോളം എന്ന് പറയും. ആ പട്ടാളക്കാരൻ വിചാരിക്കുന്നത് ഹീറോയ്ക്ക് ഭ്രാന്താണെന്നാണ്, കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കാം. ഓപ്പോസിറ്റ് അത്രയും പട്ടാളക്കാർ വന്നാലേ ഇവരെ ആക്രമിക്കാനായിട്ടാണ് ആ പട്ടാളക്കാർ വരുന്നത്. ഹീറോ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകും. അതിനു മുമ്പ് ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഹീറോ എന്തൊക്കെയോ മരുന്ന്, ഒരു പ്രത്യേകതരം മരുന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. അത് കഴിച്ച ഉടനെ അവൻ എന്തോ ഒരു വ്യത്യാസം പോലെ ചാടി പറന്ന് അപ്പുറം ചെല്ലും. ഒരു മനുഷ്യനെ കൊണ്ട് എന്തായാലും അങ്ങനെ ചാടാൻ പറ്റില്ല. അവൻ വേറെ എന്തോ ഒരു സംഭവമാണ്, അറിയാൻ പാടില്ല, നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ആ കുട്ടിയുടെ അടുത്ത് ചെല്ലുകയാണ്. ആ കുട്ടിക്ക് യുദ്ധത്തിന്റെ ഇടയിൽ എങ്ങനോ ഗൺ ഷോട്ട് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മരണാവസ്ഥയിൽ കിടക്കുകയാണ്. എപ്പൊ മരിച്ചോ എന്ന് പോലും പറയാൻ പറ്റില്ല. ആ കുട്ടി അവൻ ചെന്ന് ഓപ്പറേഷൻ ചെയ്യും. ഒറ്റയ്ക്കാണ്, അനസ്തേഷ്യ ഇല്ല, ഒന്നുമില്ല. അതിന് ഓപ്പറേഷൻ ചെയ്യാണ്. ഓപ്പറേഷൻ നല്ല പാടുപെടുന്നുണ്ട്. ഇടയ്ക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ട് ആ കുട്ടി മരിച്ചു പോകുന്ന അവസ്ഥയിൽ എത്തുന്നുണ്ട്. പക്ഷെ ഹീറോ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. ഈ നേരം ഓപ്പോസിറ്റ് രാജ്യത്തില് കുറച്ച് പട്ടാളക്കാര് ഈ ക്യാമ്പിനെ ആക്രമിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരമല്ല, ഹീറോ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർജറി കഴിഞ്ഞിട്ടില്ല, ഇതിനി കഴിഞ്ഞ സർജറിനെ തുന്നണ്ടേ, അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ നേരം കൊണ്ട് ആ പട്ടാളക്കാരകത്ത് കയറി കഴിഞ്ഞു. അവരവിടെ എല്ലാം പരതാണ്, ഏതെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് രാജ്യത്തിലെ പട്ടാളക്കാരുണ്ടോന്ന്. എന്നാൽ അവിടെ മൊത്തം പരതിയിട്ട് ആരെയും കാണാനില്ല. ഇവരിങ്ങനെ പരതി നടക്കുമ്പോൾ ഹീറോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ബുള്ളറ്റൊക്കെ റിമൂവ് ചെയ്ത് പുറത്തിറങ്ങി വരുവാണ്. ഹീറോനെ കണ്ടോടനെ അവന്മാര് തോക്ക് ചൂണ്ടും. മുട്ടുകുത്തിയിരടാ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോ പറയും, ഞാൻ ഇവിടുത്തെ ഡോക്ടർ മാത്രമാണ്, പട്ടാളക്കാരല്ല, നിങ്ങളുമായിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാന്ന്. പക്ഷെ അവന്മാര് കേൾക്കില്ല. ഹീറോനോട് മുട്ടുകുത്തിയിരിക്കാൻ പറയുമ്പോൾ ഹീറോ മുട്ടുകുത്തി ഇരിക്കാത്തത് കൊണ്ട് തന്നെ അവനെതിരെ ഷൂട്ട് ചെയ്യും. ഹീറോ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ ദേഹത്ത് ബുള്ളറ്റ് കൊള്ളാതെ ആ ബെഡ് തള്ളി അങ്ങ് അകത്തോട്ട് കൊണ്ടുപോകും. അവിടെ ഒരു വഴിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. മറ്റവന്മാര് വെറുതെ വിടത്തില്ല. ഹീറോനെ തുരുതുര വെടിവെച്ച് കൊന്നു കളയും. അവൻ ബോധം കിട്ടി തറയിൽ വീഴും. അതിലൊരുത്തൻ ഹീറോനെ വന്ന് തട്ടി നോക്കും, അവന് ജീവനുണ്ടോന്ന്. ഇത്രയും വെടിവെച്ചിട്ട് അവനെ തട്ടി നോക്കാണ് ജീവനുണ്ടോന്ന്. പക്ഷെ നമുക്കിവിടെ തെറ്റി, അവൻ ജീവനുണ്ട്. അവൻ സാധാരണ ഒരു മനുഷ്യനല്ല, അവൻ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അവൻ ചാടി എണീറ്റ് അവന്റെ നരമ്പൊക്കെ പുറത്തു വന്ന് എല്ലാത്തിനെയും പഞ്ഞിക്കിടുകയാണ്. അടിയെന്നൊക്കെ പറഞ്ഞാല് ഇത് 7 വർഷം മുമ്പുള്ള ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ കണ്ടപ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നിയിട്ടില്ല. പക്ഷെ കൊള്ളായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഇനി സമയം കിട്ടുമ്പോൾ നമുക്ക് ഇത് കണക്കത്തെ ഡ്രാമകളൊക്കെ ചെയ്യാം. അങ്ങനെ ഫൈറ്റ് ചെയ്യാണ്, എല്ലാരെയും അടിച്ച് തോപ്പിക്കുന്നുണ്ട് അവൻ, കാരണം അവൻ സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ. എന്തായാലും ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞിട്ട് അവനൊരു കെട്ടിടത്തിന്റെ മണ്ടയിൽ പോയി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കട്ട് ചെയ്താൽ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഹീറോ ജനിച്ച ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു വീട്ടിലോട്ട് ഒരു പയ്യൻ വരുവാണ്. അന്ന് ഹാലോവിൻ ദിവസമാണ്. ആ വീട്ടിൽ വന്നിട്ട് കൊട്ടുമ്പോൾ ആ വീട്ടിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് ഈ കുട്ടിക്ക് മിഠായി കൊടുക്കുകയാണ്. മാനിയായിട്ട്, വളരെയധികം മാനിയായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറുന്നത്. ആ കുട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം ഇയാൾ അകത്ത് കയറിപ്പോവും. ഈ കുട്ടി റോഡിൽ കൂടെ നടക്കുമ്പോൾ വേറെ കുറെ തൊപ്പിയിട്ട മനുഷ്യര്, അത് മനുഷ്യരെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വേറെ എന്തൊക്കെയോ ജീവികളാണ്. അവന്മാർ ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന മിഠായിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അതൊന്നും തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ അവിടെ നിന്ന് പോകും. ഈ കുട്ടി വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും യോമാര് നേരെ ചെല്ലുന്നത്, ഇപ്പം മിഠായി കൊടുത്തൊരു മനുഷ്യനില്ലേ, ആ മനുഷ്യന്റെ വീട് പൊളിച്ചകത്ത് കയറും. ആ മനുഷ്യൻ ആ റൂമിൽ ഒറ്റയ്ക്കാണ്. എന്തായാലും അയാൾക്കറിയാം, ആ മനുഷ്യൻ അറിയാം ഇങ്ങനെ കുറെ ഉമ്മാരെ ആക്രമിക്കാൻ വരുമെന്ന്. ഈ മനുഷ്യൻ വേറെ ആരുമില്ല, നമ്മുടെ ഹീറോന്റെ അച്ഛനാണ്. അച്ഛനെന്ന് പറയാം. അച്ഛനവന്മാർ അകത്ത് കയറി വരുമെന്ന് അറിഞ്ഞിട്ടും കർട്ടണൊക്കെ മാറ്റിയിടുകയാണ് ഇവന്മാർ അകത്തോട്ട് കയറി വരാതിരിക്കാനായിട്ട്. എന്നാലും അവന്മാര് ജനലൊക്കെ പൊളിച്ച് അകത്തോട്ട് കയറി വരും. അച്ഛനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അച്ഛൻ പറ്റുന്ന രീതിയിൽ അവന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നോക്കുമെങ്കിലും മണ്ടയിൽ ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് തന്നെ അതിലൊരുത്തൻ ആ കുട്ടീനെ കൊല്ലാനായിട്ട് മണ്ടയിലോട്ട് കയറി പോകുമ്പോൾ അച്ഛൻ വീട്ടിൽ അവനെ പിടിച്ചു വയ്ക്കാൻ നോക്കും. എന്നാൽ ഇവർ രണ്ടുപേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ അച്ഛനെ പിടിച്ച് കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റവൻ മണ്ടേ കയറി പോയി ആ കുട്ടീനെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ ആ കുട്ടി അവിടെ ഇല്ല. പകരം അതൊരു ടേപ്പ് റെക്കോർഡറാണ്.
നോക്കുമ്പോഴാണ് ആ റെക്കോർഡറിൽ നിന്നാണ് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നത്. ഇത് കാണുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുമല്ല ഈ അച്ഛനൊരു വാമ്പയർ ആണ് കേട്ടോ. നമ്മുടെ ഹീറോയും വാമ്പയർ തന്നെയാണ്. ഇപ്പൊ ഇവിടെ വന്ന രണ്ടവന്മാരും വാമ്പയർ ആണ്, സാധാരണ മനുഷ്യരല്ല. ഇവർക്ക് എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കഴിവേ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം ഹീറോ കുട്ടിയാണ് കേട്ടോ. ആ കുട്ടീനെയും കൊണ്ട് അവന്റെ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അച്ഛനെ നേരത്തെ തന്നെ അറിയായിരുന്നു ഫാമിലിനെ കൊല്ലാനായിട്ട് കുറച്ച് ആൾക്കാർ വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവരെ നേരത്തെ പറഞ്ഞു വിട്ടതാണ്. അമ്മ കരഞ്ഞുകൊണ്ട് അച്ഛൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കാർ ഓടിച്ച് പോവാണ്. ആ ഏരിയയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ നേരം അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അച്ഛനെ പിടിച്ച് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ബാക്കി രണ്ടവന്മാരും അങ്ങോട്ടൊരു മെയിൻ വില്ലൻ വരും. വില്ലൻ വാമ്പയർ ആണ് അവൻ. അവൻ വന്നിട്ട് അച്ഛന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അച്ഛൻ അവന്റെ മുമ്പിൽ കെഞ്ചുന്നുണ്ട്, നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷെ എന്റെ ഭാര്യയും മോനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ അയാള് അത് കഴിയില്ല, അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് തന്നെ പണിയാവുമെന്ന് പറയുന്നുണ്ട്. എന്ത് പണിയാണെന്ന് അറിയാൻ പാടില്ല. അച്ഛൻ കെഞ്ചാണ്, എന്റെ ഫാമിലിനെ വെറുതെ വിട്, അതിന്റെ പിന്നാലെ പോവില്ലേന്ന്. എന്നാൽ ഇയാള് അത് നടക്കില്ല എന്ന് പറയും. അതുമല്ല അതിനകത്ത് നിൽക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, അവന്മാര് എന്തോ ഒരു പ്രത്യേകതരം ഇഞ്ചക്ഷൻ എടുത്ത് ഈ അച്ഛന്റെ കഴുത്തിൽ കുത്തിവെക്കും. പെട്ടെന്ന് എന്റെ അച്ഛന്റെ നരമ്പുകളൊക്കെ പുറത്തു വന്നിട്ട് അച്ഛൻ അവിടെ തന്നെ മരിച്ചു വീഴും. വാമ്പയറിനെ കൊല്ലുന്ന പ്രത്യേകതരം എന്തോ ഒരു ഇഞ്ചക്ഷൻ ആണ്, അറിയാൻ പാടില്ല. അച്ഛനെ കൊന്നതിന് ശേഷം ഈ വില്ലൻ വാമ്പയർ പറയും, ഒന്നുകിൽ നീ നല്ലൊരു കൂട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ശത്രു ആയിരിക്കണം, ഒരിക്കലും പിന്നീന്ന് കുത്തുന്നവനാവാൻ പാടില്ല എന്ന്. ഈ അച്ഛൻ അയാളോട് എന്തുമായിരിക്കും ചെയ്തിട്ടുള്ളത് അറിയാൻ പാടില്ല. ഈ നേരം അമ്മയെ കാണിക്കുകയാണെങ്കിൽ അമ്മ ആകെ വിഷമിച്ച് കാർ അവിടെ നിർത്തുകയാണ്. അമ്മയെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, അച്ഛനെ ഒറ്റയ്ക്കാക്കി എന്നുള്ളൊരു വിഷമം അമ്മയുടെ മനസ്സിലുണ്ട്. അമ്മ അച്ഛനെ കൂടെ വരാനായിട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്മാരെ നോക്കാനായിട്ട് വേറെ ആരുമില്ല. അച്ഛനൂടെ അമ്മയുടെയും കുട്ടിയുടെയും കൂടെ പോവുകയാണെങ്കിൽ അമ്മമാരിൽ നിന്ന് അമ്മേനെയും കുട്ടീനെയും രക്ഷിക്കാൻ പറ്റില്ല. അമ്മ നിർബന്ധിച്ചിട്ടും അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. ഇതാലോചിച്ച് അമ്മ അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. ഈ കുട്ടീനെ വളർത്തണമല്ലോ. കട്ട് ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഹീറോ ഇപ്പോൾ ഒരു ടീനേജറായി മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു കുഞ്ഞു അവയല്ലായിരുന്നു. അവ രാവിലെ തന്നെ എണീറ്റിട്ട് തൊട്ടടുത്തുള്ള ഒരു നെറ്റിന്റെ അവിടെ പോകും. അവിടെ ഒരു മാനിനെ പിടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മാനിന് കാല് വയ്യാത്തോണ്ട് അതിന്റെ ദേഹത്ത് മുറിവായത് കൊണ്ടാണ് അവൻ അവിടെ പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നത്. മാനിനോട് ക്ഷമ പറയും, എന്തായാലും നിന്റെ കാലൊക്കെ പുറത്തതിന് ശേഷം നിന്നെ ഞാൻ വെറുതെ വിട്ടയക്കാന്ന്. അവനും അറിയാം ആ മാനിനൊരു ഫ്രീഡം ഇല്ലാന്ന്. ഹീറോന്റെ ജീവിതം അതുപോലെയൊക്കെ തന്നെയാണ്. ഇതിനുശേഷം അമ്മയായിട്ടിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് അവൻ ചോദിക്കും, ഞാനൊന്ന് സിറ്റിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടെ എന്ന്. എന്നാൽ അമ്മയ്ക്ക് അവനെ വിടാനായിട്ട് എന്തോ ഒരു മടിയുണ്ട്. കാരണം അവൻ സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ. ബാക്കിയുള്ള മനുഷ്യർ എന്തെങ്കിലും ചെയ്താലോ ആ ഒരു പേടി അമ്മയ്ക്കുണ്ട്. എന്തായാലും അമ്മ സമ്മതിക്കുന്നുണ്ട് അവനോട് ടൗണിൽ പോകാനായിട്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവൻ പോകുമ്പോൾ തന്നെ ഒരു മരുന്ന് കഴിക്കണം. ആ മരുന്ന് എടുക്കാൻ മറക്കല്, അത് കഴിച്ചിട്ട് വേണം ടൗണിൽ പോകാനെന്ന്. ആ മരുന്നിന് എന്തായിരിക്കും പ്രത്യേകത അറിയാൻ പാടില്ല. ഇതിനുശേഷം അവൻ നേരെ പോകുന്നത് ബീച്ചിലാണ്. അവിടെ പോയി അങ്ങനെ നടക്കാണ്. അവന്റെ കയ്യിൽ തന്നെ ആ മരുന്നുണ്ട്. എന്നാൽ ആ മരുന്ന് കാണുമ്പോഴേ അവൻ എന്തോ ഒരു വെറുപ്പ് പോലെ. അതെടുത്ത് ആ കടൽ തീരത്ത് കഴിഞ്ഞിട്ട് അവൻ നടന്നു പോകുക അവിടെ നിന്ന്. പിന്നീട് അവനൊരു ബുക്ക് സ്റ്റാളിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവന്റെ ഹോംവർക്ക് ചെയ്യാനുള്ള കുറച്ച് ബുക്ക് വർക്കൊക്കെ നോക്കുകയാണ്. ബുക്ക് വർക്ക് അല്ല, വർക്ക് ബുക്കൊക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തോ കൊണ്ടിട്ട് മുറിയും. അതിൽ കൂടെ ഇങ്ങനെ രക്തം പോവാണ്. ഇത് കാണുന്ന ഒരു മുത്തപ്പൻ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോ ഇവിടെ നിൽപ്പുണ്ട്. ഹീറോയ്ക്ക് രക്തത്തിന്റെ മണം അടിച്ചപ്പോൾ എന്തോ പോലെ ആ കുട്ടിയുടെ കഴുത്തിൽ കൂടെയൊക്കെ വെയിൻ പോകുന്നത് അവന് കാണാൻ പറ്റുന്നുണ്ട്. നരമ്പ് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവൻ ആ രക്തക്കൊതി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവനൊരു വാമ്പയർ അല്ലേ. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലിരിക്കുന്ന വർക്ക് ബുക്കൊക്കെ അവൻ വലിച്ചു കീറും, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. ഇവൻ എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അവൻ ബുക്ക് സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ കുറെ അധികം കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് പഠിക്കാനായിട്ട്. എന്നാൽ ഹീറോയ്ക്ക് മാത്രം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അവൻ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ച് അവൻ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ക്ലാസ് കേൾക്കുകയാണ്. അമ്മയാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. വീട്ടിൽ വെച്ച് സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവനെ കൊണ്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല പഠിക്കുന്നതില്. അമ്മയോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എന്നെ സ്കൂളിൽ വിടാത്തേന്ന്. എന്നാൽ അമ്മ പറയും, അങ്ങനെ വിടാൻ പറ്റില്ല, മോൻ ഇവിടെ നിന്ന് പഠിക്കുന്നതല്ലേ നല്ലതെന്ന്. അമ്മ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അവൻ അമ്മയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഞാൻ ആരാണ്, എന്റെ അച്ഛൻ ആരാണ്, എനിക്ക് എന്താണ് പ്രത്യേകതയുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അമ്മയെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അമ്മ പറയും, എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ നിന്നോട് ഇത് എന്തായാലും പറയും, മോൻ ഇപ്പൊ ഈ സത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവില്ലാന്ന്. അമ്മയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് അവൻ അങ്ങനെ ചോദിച്ചപ്പോഴേ. പക്ഷേ അവന് നല്ല ദേഷ്യവും ഈ സത്യങ്ങൾ അറിയാനായിട്ട്. രാത്രിയാവുന്ന സമയത്ത് അമ്മ എന്തോ ഒരു പ്രത്യേകതരം മരുന്നിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഈ സമയം ഹീറോ പുറത്തു വന്നിട്ട് രക്തക്കൊതി അടക്കാൻ പറ്റാതെ ആ സൈഡിൽ നിന്ന മാനിനെ കടിച്ചു കൊന്നു കളഞ്ഞു. ഇത്രയും നാൾ ആ മാനിനെ അവൻ പൊന്നുപോലെ നോക്കിയതായിരുന്നു. എന്നാൽ എന്ത് പറ്റിയതാണെന്ന് അറിയാൻ പാടില്ല. അവൻ ആ മാനിനെ കടിച്ചു കൊന്നു കളഞ്ഞു. എന്നിട്ട് രക്തവും കുടിച്ചു. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് ബോധം വന്നത്. തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ മുട്ടുകുത്തി അവിടെ ഇരുന്ന് കരയും. അമ്മ എന്തോ ബഹളം കേട്ട് വന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അമ്മയ്ക്ക് അറിയാം ഈ രക്തക്കൊതി ഒരിക്കലും അടക്കാൻ പറ്റത്തില്ല, ഹീറോന്റെ കയ്യിൽ തെറ്റില്ലാന്ന്. അതുകൊണ്ട് തന്നെ അമ്മ ഇതൊക്കെ നോക്കി അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഹീറോയ്ക്ക് നമ്മുടെ ഗതി വരാൻ പാടില്ല എന്ന്. എന്ത് ഗതിയാണെന്ന് അറിയാൻ പാടില്ല. ഇതിനുശേഷം ഹീറോ റൂമിൽ വന്നിരിക്കും. പതിയെ സൂര്യൻ ഉദിക്കുകയാണ്. ആ സമയം വെയിൽ അവന്റെ കയ്യിൽ തട്ടുമ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് പൊള്ളുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ പകല് പുറത്തിറങ്ങാറുണ്ട്. ചിലപ്പോൾ രാവിലെ
രാവിലത്തെ സൺലൈറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും, അറിയാൻ പാടില്ല. അതുമല്ല, ഈ വാമ്പേഴ്സിന് UV റേ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദേഹം നല്ല രീതിയിൽ പൊള്ളും. അതുകൊണ്ട് തന്നെ ആ ലൈറ്റിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹീറോയ്ക്ക് റൂമിലിരുന്നിട്ട് എന്തൊക്കെ ചിന്തകൾ മനസ്സിലോട്ട് വരുവാണ്. അതുകൊണ്ട് തന്നെ അവൻ കാട്ടിലോട്ട് ഇറങ്ങി ഓടും, അമ്മയോട് പറയാതെ. കാട്ടിൽ കൂടെ ഓടുന്ന സമയത്ത് ദേഹത്ത് മുറിവൊക്കെ സംഭവിക്കുന്നുണ്ട്. പാറയുടെ മണ്ടയിൽ അപ്പുറത്തെ പാറയിലൊക്കെ പറന്നിട്ടൊക്കെയാണ് പോകുന്നത്. എങ്ങനെയൊക്കെ ചാടി മറിഞ്ഞ് പാറയുടെ മണ്ടയിൽ താഴെ ചെന്ന് വീഴും. താഴെ എന്തോ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടി കൂടെ നേരെ ചെല്ലുന്നത് കടലിലാണ്. കടലിൽ പോയി അവൻ അടിഞ്ഞു കിടക്കും. പക്ഷേ പതിയെ പതിയെ അവന്റെ മുറിവ് മാറുമ്പോൾ അവന് ദേഷ്യം വരും. അവന് മനസ്സിലായി അവൻ സാധാരണ ഒരു മനുഷ്യനല്ലാന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് തന്നെ നിലവിളിക്കും. അവന് നല്ല ദേഷ്യമുണ്ട്. അവന് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അവനൊരു വാമ്പയർ ആണ്. പക്ഷെ അവൻ എന്താ സംഭവം അവന്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല. രാത്രിയാവുന്ന സമയം ഹീറോ റോഡിൽ കൂടെ നടന്നു പോവാണ്. റോഡിന്റെ നടുക്കൂടാണ് നടന്നു പോകുന്നത്. പിറകിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ അവനെ ഹോങ്ക് അടിക്കും. മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോവാണ്. അതുകൊണ്ട് തന്നെ ആ ഗുണ്ടയ്ക്ക് ദേഷ്യം വന്നിട്ട് പുറത്തിറങ്ങി വന്ന് ഹീറോനെ അടിക്കാനായിട്ട് തുനിയും. എന്നാൽ ഹീറോ ആരാ? അവ വാമ്പയർ അല്ലേ? അവന് മനുഷ്യനെ കാട്ടി ഒരുപാട് ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ തിരിച്ചടിച്ച് അവനെ കാറിന്റെ മണ്ടയിൽ ഇടുക. ബാക്കിയുള്ള കൂട്ടത്തിലുള്ള ഗുണ്ടകൾ ഇത് കണ്ട് സഹിച്ചു നിൽക്കുമോ? അവന്മാർ വന്ന് ഹീറോനുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നാൽ അവന്മാർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നീട് എന്താ, യവന്മാരെ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകും. അവിടെ ചെന്നിട്ട് ഗുണ്ടകൾ ഹീറോന്റെ പേരാണ് പറയുന്നത്. ഹീറോ യവന്മാരെ തല്ലിയെന്ന്. എന്നാൽ അവിടുത്തെ പോലീസുകാർ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കൊച്ചു ചെറുക്കൻ യവന്മാരെല്ലാവരെയും തല്ലിയെന്നോ, യവന്മാര് വേറെ എവിടെ പോയി അടി വാങ്ങിച്ചിട്ട് ഹീറോന്റെ തലയിലാക്കാൻ നോക്കുന്നതാണെന്ന് അവിടുത്തെ സാറുകൾ വിചാരിക്കും. ആ സമയം അമ്മ ടെൻഷനായിട്ട് കയറി വരുന്നുണ്ട്. യവനെ പിടിച്ചു വെച്ച കാര്യം അമ്മേനെ പോലീസുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ ഇറക്കാനായിട്ട് വന്നത്. പക്ഷെ അവന്റെ പേരിൽ കേസൊന്നുമില്ല, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഗുണ്ടകൾ ചുമ്മാ പറയുന്നതാണെന്ന് അവിടുത്തെ പോലീസുകാർ കരുതുകയാണ്. ഇതിനുശേഷം അവനെ വിളിച്ച് അമ്മ വീട്ടിൽ വരും. അവന് നല്ല ദേഷ്യമുണ്ട്. അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ആരാണ്, എന്റെ അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ അമ്മ ചോദിക്കും, മോനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പുറത്തു പോയി നിന്റെ ശക്തികളൊന്നും കാണിക്കാൻ പാടില്ല, അത് മോശപ്പെട്ട കാര്യമാണെന്ന്. എന്നാൽ അവൻ എതിർത്തുകൊണ്ട് അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്, അവൻ എന്താണ് ആരാണെന്ന്. പക്ഷെ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള സമയമായിട്ടില്ല. മോനെ അത് സമയമായിട്ടില്ല, ഞാൻ സമയമാകുമ്പോൾ പറയാന്ന് പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് കരയും. അമ്മയ്ക്ക് പാവം തോന്നിയിട്ട് അവന്റെ അടുത്ത് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കും. മോനോട് എല്ലാം സമയമാകുമ്പോൾ പറയാന്ന് പറഞ്ഞിട്ട്. അവൻ ഇതെല്ലാം അറിയണം, പക്ഷെ ആരും പറയുന്നില്ല. അവന്റെ അമ്മ തന്നെ അവനോട് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ. അതുകൊണ്ടാണ്. അതുമല്ല, അവൻ ഏറ്റെടുക്കാനുള്ള ആ ഒരു മെന്റൽ കേപ്പബിലിറ്റി വന്നിട്ടില്ല. ഇപ്പൊ തന്നെ അവൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ ഇതൂടെ അറിഞ്ഞാൽ എങ്ങനെ ആവുമെന്ന് അറിയാൻ പാടില്ല. ഇതിനുശേഷം വില്ലൻ വാമ്പയറിനെയാണ് കാണിക്കുന്നത്. വാമ്പയർ ഒരു ഡോക്ടറാണ്. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് എന്തോ വൈനോ രക്തമോ മറ്റോ കുടിക്കുകയാണ്. വാമ്പയർ അല്ലേ, അപ്പൊ രക്തമായിരിക്കും. അവിടെ നിന്ന് കുടിക്കുകയാണ്. ആ സമയം ഫോണിലോട്ട് ഹീറോനെ പറ്റി പറയാനായിട്ട് അവന്റെ കുറച്ച് കൂട്ടാളികൾ വിളിക്കും. ഹീറോനെ അവന്മാര് നിരീക്ഷിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ നേരം ഹീറോനെ നിരീക്ഷിച്ചുകൊണ്ട് ആ കൂട്ടാളികൾ അവിടെ നിപ്പുണ്ട്. ആ ഓവർകോട്ട് ഇട്ട മണ്ടന്മാരില്ലേ, അവന്മാര് തന്നെ. ഹീറോ ഈ നേരം ഒരു മരത്തിന്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ അതിനെ ദൈവമായിട്ടാണ് സങ്കല്പിച്ചേക്കുന്നത്. അതിനകത്ത് കുറച്ച് ചരടൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ദൈവമേ എന്റെ ജീവിതം എന്താന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നേരം ആ കാട്ടിലോട്ട് അച്ഛൻ, അമ്മ, പിന്നെ ഒരു മോള് വന്നിട്ടുണ്ട്. മോൾക്ക് ഈ കാട്ടിലോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾക്ക് ബീച്ചിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ പേരൻസ് കൊണ്ടുവന്നതോ ഒരു കാട്ടിലാണ്. ആ ഒരു വിഷമത്തിലാണ്. എന്തായാലും അമ്മ സമാധാനപ്പെടുത്തി ആ കുട്ടീനെ കൊണ്ടുപോവാണ്. വീണ്ടും കൂട്ടാളികളെ കാണിക്കുകയാണെങ്കിൽ അവന്മാർ കുറച്ച് ചെന്നായ്ക്കൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ ചെന്നായ്ക്കളോട് ഇവന്മാർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആ ചെന്നായ്ക്കളോട് എന്തോ പറയുന്നുണ്ട്, എന്തോ ചെയ്തു തീർക്കാനായിട്ട്. അതിനെ ആ ചെന്നായ്ക്കളും സമ്മതിക്കും. ഈ നേരം വീണ്ടും ആ പെൺകുട്ടീനെ കാണിക്കുകയാണെങ്കിൽ പേരൻസ് അവിടെ വേറെ എന്തോ ശ്രദ്ധയിൽ നിൽക്കുകയാണ്, ഏതോ മരത്തിന്റെ ശ്രദ്ധയിൽ. ആ സമയം അങ്ങോട്ടൊരു മൊയിൽക്കുട്ടി വരുന്നുണ്ട്. ഈ മൊയിൽക്കുട്ടീനെ കണ്ട ഉടനെ ഈ മൊയിൽക്കുട്ടിയുടെ പിന്നാലെ ആ പെൺകുട്ടി ഓടിപ്പോവും. നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞ് പേരൻസ് നോക്കുമ്പോൾ ഈ പെൺകുട്ടീനെ കാണാനില്ല. അവർ ടെൻഷനായി പോവും. അതുമല്ല, അവർ അവിടെ എല്ലാം തിരഞ്ഞു നടക്കും ഈ കുട്ടീനെ. ഈ സമയം ഈ കുട്ടി ഒരു മൊയിൽക്കുട്ടീനെ കയ്യിലെടുത്തിട്ട് അവിടെ നിപ്പുണ്ട് കൊഞ്ചിച്ചുകൊണ്ടേ. അതേ നേരം അങ്ങോട്ട് കുറച്ച് ചെന്നായ്ക്കൾ വരും. ഈ ചെന്നായ്ക്കൾ വന്ന് ഈ കുട്ടീനെ ആക്രമിക്കാനായിട്ട് തുനിയുമ്പോൾ തന്നെ ഇതിന്റെ ബോധം പോവും. ദേഹത്തൊന്നും തൊടുന്നില്ല. വീണ്ടും ഇതിനെ കഴിക്കാനായിട്ടോ കൊല്ലാനായിട്ടോ അടുത്തോട്ട് വരും. പക്ഷെ ഹീറോ സമ്മതിക്കത്തില്ല. അവൻ ഈ വിവരം അറിഞ്ഞിട്ട് അവന് പ്രത്യേകതരം സെൻസ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് വന്നിട്ട് ഈ ചെന്നായ്ക്കളുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആദ്യമൊക്കെ കുറെ പാടുപെട്ടെങ്കിലും അവൻ മനുഷ്യനല്ലല്ലോ, ഒറ്റ ചവിട്ടിന് പറന്നു പോവാണിത്. ഇത് 7 വർഷത്തിന് മുമ്പുള്ളതായത് കൊണ്ട് തന്നെ, 7 അതിനും മുൻപായിരിക്കും. എന്തായാലും ഇത് പഴയതായതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇതിന്റെ ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എന്തോ പോലെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ കഥ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് റിയാലിറ്റി ഫീൽ ചെയ്യുമായിരിക്കും. എന്തായാലും ഇപ്പൊ അവൻ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും. എന്തായാലും ഫൈറ്റിന്റെ ഇടയിൽ ആ ചെന്നായ്ക്കൾ അവൻ തോപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ ദേഹത്ത് മുറിവുണ്ടാവുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫൈറ്റാണ്. മാന്തും അള്ളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ ബോസ് അവന്മാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഈ ചെന്നായ്ക്കളുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തപ്പോൾ കൂട്ടാളികളെ ബോസ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഹീറോനെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഹീറോ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ നേരം എല്ലാം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നെ കുറച്ച് പോലീസുകാരും കൂടെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അവര് പോലീസിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ കൂടെ വന്നിട്ടുണ്ട് ആ കുട്ടീനെ തിരക്കാനായിട്ട്. അതുമല്ല, അവൻ ക്ഷീണിച്ച് അവിടെ ഇരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് രക്തം തറയിൽ പോകുന്നുണ്ട്. ആ രക്തം വീഴുന്ന സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ പെട്ടെന്ന് മുളച്ചു വരുവാണ്. ആ രക്തത്തിന് വരെ പ്രത്യേകതയുണ്ട്. ഇതിനുശേഷം അവൻ ആ പെൺകുട്ടിയെ എടുത്ത് ഒരു
ചെറിയൊരു വെള്ളക്കെട്ടിന്റെ കീഴിൽ കൊണ്ടുവന്ന് കിടത്തും. ആ പെൺകുട്ടിയുടെ ദേഹത്തുള്ള മുറിവൊക്കെ മാറ്റി കൊടുക്കുകയല്ല, അതൊന്ന് തുടച്ചു വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ പച്ചല വെച്ചിട്ട് അതിന്റെ വായിൽ ഉറ്റി കൊടുക്കുകയാണ്. കാരണം അത് പെയിൻ കില്ലർ പോലാണ്, നാച്ചുറൽ പെയിൻ കില്ലർ പോലാണ്. കുറച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടി കണ്ണു തുറക്കും. ഇവനെ കണ്ട് പേടിക്കുന്നൊന്നുമില്ല. അവനോട് ചോദിക്കും നീ ആരാണെന്ന്. വല്ല പ്രേതോ ഭൂതോ അതോ മാലാഖയോ മറ്റോ ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് മറുപടി പറയുന്നില്ല. നിനക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ ഈ കാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി, ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോളാന്ന് പറയുന്നുണ്ട്. ആ നേരം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കുറച്ച് പോലീസുകാരും അങ്ങോട്ട് തിരക്കി വരുന്നുണ്ട്. ഇവനിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവനെതിരെ കേസ് വരും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ കിടത്തിയിട്ട് അതിനോട് ടാറ്റയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവൻ പോയ ഉടനെ പോലീസുകാർ ആ പെൺകുട്ടി അവിടെ കിടക്കുന്നത് കാണും. എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കുട്ടി അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്. കട്ട് ചെയ്താൽ അമ്മേനെ കാണിക്കുമ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് എന്തോ ഒരു പ്രത്യേകതരം മരുന്നുണ്ടാക്കുകയാണ്. ആ സമയം ഹീറോ അകത്തോട്ട് കയറി വരുമ്പോൾ അവന്റെ ദേഹത്തൊക്കെ മുറിവുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ അവനെ പിടിച്ചിരുത്തി സംസാരിക്കും. എന്നാൽ അവൻ അമ്മയുടെ അടുത്തൊന്നും മറച്ചൊന്നും വെക്കുന്നില്ല, കാര്യങ്ങൾ പറയാണ്. അമ്മ അവനെ നല്ല കുട്ടിയെന്ന് പറയും, കാരണം ഒരാളുടെ ജീവനല്ലേ രക്ഷിച്ചത്. അതുപോലെ തന്നെ അവൻ ആ പെൺകുട്ടിയോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്, അത് അമ്മയോട് പറയും. പക്ഷെ അമ്മ അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, സ്വാഭാവികമല്ലേ. അതുപോലെ തന്നെ മറ്റേ ആ കൂട്ടാളികളില്ലേ, ഹീറോന് പവേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് ഇവനെ തീർക്കാനായിട്ട്. അവന്മാർ ചെക്ക് ചെയ്തപ്പോൾ ഹീറോന് പവേഴ്സ് ഉണ്ട്. അതിനിരയായിട്ട് കുറച്ച് മനുഷ്യന്മാരെ മുൻപിൽ ഇട്ടുകൊടുത്തു. ഇതിനുശേഷം ആ റൂമിൽ പോയി കിടക്കും. ഇതേ നേരം മറ്റേ ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ, വില്ലൻ ബോസ് ഇല്ലേ, വില്ലൻ വാമ്പയർ, അവനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ എന്തോ ഒരു പ്രത്യേകതരം മരുന്നുണ്ടാക്കുന്നുണ്ട്. ഇവന്റെ അമ്മ, ഹീറോന്റെ അമ്മ ഏത് തരം മരുന്നാണോ ഉണ്ടാക്കുന്നത് അതേപോലത്തെ സെയിം മരുന്നാണ് അവനും ഉണ്ടാക്കുന്നത്. ഈ മരുന്നിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. പിറ്റേ ദിവസം ഹീറോ സിറ്റിയിൽ പോവാണ്. ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ്. അവൻ വീട്ടിലിരുന്ന് ആകെ എന്താ പറയാ ഒരുമാതിരി ആയിട്ടുണ്ട് അവന്റെ മെന്റൽ ഹെൽത്ത് ഒക്കെ. അങ്ങനെ സിറ്റി വഴി നടക്കുമ്പോൾ അവിടെ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന ഹെയർ ക്ലിപ്പ്, ബാൻഡ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊരെണ്ണം അവന് വാങ്ങണമെന്നുണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട്. അത് ഇട്ടിരുന്നത് ഒരു റോസ് ഹെയർ ക്ലിപ്പ് പോലത്തെ ഒരു ബാൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ അവളെയാണ് അവന് ഓർമ്മ വരുന്നത്. ഈ നേരം അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് മറ്റേ കൂട്ടാളികൾ കയറി വരുന്നുണ്ട്. ആ ഓവർകോട്ട് ഇട്ടവന്മാര്, ആ ഹുഡി ധരിച്ചവന്മാര്, അവന്മാര് വന്നിട്ട് അമ്മേനെ അവിടെ എല്ലാം പരതാണ്. അമ്മ അവന്മാരെ സെൻസ് ചെയ്തിട്ട് നേരത്തെ മണ്ടയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകതരം എന്തോ ഒരു മരുന്ന് സിറിഞ്ച് എടുത്തോണ്ട് വന്നിട്ട് അമ്മ കണ്ടുപിടിച്ചില്ലേ കുറച്ച് സിറിഞ്ചിലുള്ള മരുന്ന്. ആ മരുന്ന് സിറിഞ്ചിൽ കയറ്റിയിട്ട് മണ്ടയിൽ നിന്നെടുത്ത് അവന്മാരെ കുത്താനായിട്ട് താഴെ ചാടും. എന്നാൽ അവന്മാര് ഭയങ്കര പവർഫുൾ ആണ്. അമ്മയ്ക്ക് അവന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അമ്മേനെ പിടിച്ച് ഉപദ്രവിക്കുകയാണ് അവന്മാര്. അമ്മയ്ക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഹീറോ സിറ്റിയിലൊക്കെ പോയിട്ട് കാട്ടിലെത്തിക്കഴിഞ്ഞു. അവനിത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് അമ്മേനെ ആരോ ഉപദ്രവിക്കുന്നു. ഹീറോ പെട്ടെന്ന് തന്നെ ഓടി വീട്ടിൽ വരുമ്പോൾ അമ്മേനെ അവന്മാർ ഉപദ്രവിക്കുകയാണ്. അമ്മേനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. ഹീറോ വീട്ടിൽ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ അവന് അവന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹീറോനെ കാട്ടി പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഹീറോനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ഫിറ്റിക്ക് ചേർക്കും. എന്നാൽ അമ്മ വിടില്ല. അമ്മ എങ്ങനെയൊക്കെയോ വയ്യാത്ത അവസ്ഥയിലും എഴഞ്ഞെഴഞ്ഞു പോകുന്നുണ്ട്. ഈ ഫൈറ്റിന്റെ ഇടയിൽ അമ്മയുടെ കഴുത്തിൽ അവന്മാർ സിറിഞ്ച് കുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും മരിച്ചു പോകും. ഈ മരണത്തിന് മുമ്പ് മോനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു വിചാരത്തിൽ അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. ആ സ്വിച്ച് പിടിച്ചിടും. ഹീറോനോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുറെ UV ലൈറ്റ് വന്നിട്ട് ഈ കാട്ടാളന്മാരുടെ ദേഹത്തടിക്കും. അവന്മാര് ഹീറോനെ വെറുതെ വിടും. ഇപ്പൊ അവന്മാർ ആ ലൈറ്റ് അടിച്ചിട്ട് അവിടെ വേദന കൊണ്ട് പൊളയാണ്. വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ UV ലൈറ്റ് വാമ്പേഴ്സിന് അലർജിയാണെന്ന്. ദേഹം പൊള്ളിപ്പോവും. അതുപോലെ പ്രത്യേകിച്ച് കണ്ണിലടിക്കുകയാണെങ്കിൽ കണ്ണൊക്കെ കരിഞ്ഞ് നശിച്ചു പോകും. ഇതിനുശേഷം ഹീറോ അമ്മേനെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് ഓടാൻ പോവാണ്. എന്നാൽ അമ്മ അവനെ സമ്മതിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ല, സാധാരണ മനുഷ്യർക്ക് ഇത് ചികിത്സിക്കാൻ പറ്റില്ല. അമ്മേനെ തറയിൽ ഇറക്കാൻ പറയും. അമ്മ അവനോട് പറയും, എന്റെ മരണത്തിന് ശേഷം നീ കുറെ സത്യങ്ങൾ അറിയും. അതറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പെയിന്റിംഗ് ഉണ്ട്, അത് നിന്റെ റൂമിൽ തന്നെയാണ്. ആ പെയിന്റിങ്ങിന്റെ ബാക്കിൽ ഒരു റെക്കോർഡർ ഉണ്ട്, അത് കണ്ടു നോക്കിയാൽ മതിയെന്ന്. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പിടിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാം എന്തായാലും അമ്മ മരിച്ചു പോകുന്നു. ഈ നേരം കൊണ്ട് മറ്റേ കാട്ടാളന്മാര് ഹീറോനെ അമ്മേനെയും തപ്പി കാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. രാത്രി ആവുന്ന സമയത്ത് ഹീറോ അമ്മേനെ എടുത്ത് നേരെ വീട്ടിൽ വരും. അമ്മേനെ അവിടെ കിടത്താണ്. അതുപോലെ തന്നെ ആ റൂമിൽ പോയി ആ പെയിന്റിംഗ് എടുക്കുമ്പോൾ ആ പെയിന്റിങ്ങിന്റെ പിന്നിൽ ഒരു റെക്കോർഡർ ഉണ്ട്, അതെടുത്ത് കണ്ടു നോക്കും അവൻ. പിന്നെ അമ്മ കാട്ടിൽ വെച്ച് മരണപ്പെട്ടിട്ടില്ലായിരുന്നു, പകരം അമ്മ വീട്ടിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. അതൊരു അമ്മയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. അതുമല്ല അവൻ ആ സിറ്റിയിൽ നിന്ന് ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചില്ലായിരുന്നു, ഒരു ബാൻഡ് പോലത്തെ ഹെയർ ക്ലിപ്പ്. അത് ആ പെൺകുട്ടിക്ക് വാങ്ങിച്ചതല്ല, അവന്റെ അമ്മയ്ക്ക് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ അത് കണ്ടപ്പോൾ അവൻ ആ പെൺകുട്ടീനെ ഓർമ്മ വന്നേ ഉള്ളൂ. അവൻ ആ റെക്കോർഡറൊക്കെ എടുത്തിട്ട് വീടിന്റെ പുറത്തിറങ്ങി അമ്മ പറഞ്ഞതനുസരിച്ച് ആ വീട് തീയിട്ട് നശിപ്പിച്ച് കളയും. ആർക്കും തെളിവൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അമ്മ മരിച്ചതിന് ശേഷമാണ് വീട് തീയിട്ട് നശിപ്പിച്ചത്. അവൻ ആകെ തകർന്ന് വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് പോലും അവൻ അറിയാൻ പാടില്ല. ഇതിനുശേഷം അവൻ ഒരു ലാബിൽ പോകും. ഇത് അവരുടെ തന്നെ ലാബാണ്, അമ്മയുടെ അച്ഛനൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ ലാബാണ്. ആ ലാബിൽ പോയിട്ട് അവിടുത്തെ ഒരു TV-യിൽ ഈ റെക്കോർഡർ ഇട്ട് കാണും. അതിനകത്ത് അമ്മ പറയുന്നുണ്ട്, ഇത് നീ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അമ്മ മരിച്ചു പോയെന്നാണെന്ന്. എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രസന്റിലെ ഹീറോ അവിടെ ഇരിപ്പുണ്ട്. ഹീറോ ഇപ്പൊ പട്ടാള ക്യാമ്പിലാണ് കേട്ടോ. അവന്റെ ടാബിൽ ഈ വീഡിയോ അവൻ ഇപ്പോഴും കാണുന്നുണ്ട്. അമ്മ പറയുന്നത് അവൻ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ സമയം എന്തോ എമർജൻസി വന്നിട്ട് പട്ടാളക്കാർക്ക് ശുശ്രൂഷിക്കാനായിട്ട് അവനും അവന്റെ കൂട്ടുകാരനും കൂടെ അവിടെ നിന്ന് പോകും. പോകുന്ന വഴിക്ക് തന്നെ കുറേയധികം വെടിശബ്ദങ്ങളും വെടിയും പൊട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ദേഹത്ത് തട്ടാതെ ഓടി രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ അവൻ ഓടി ആ പട്ടാളക്കാരൻ്റെ അടുത്ത് വരുന്നുണ്ട്.
കൂടെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഡോക്ടറും ഉണ്ട്. അതുമല്ല ആ പട്ടാളക്കാരനെ കെയർ ചെയ്യുന്ന സമയത്ത് അവന്റെ ഫോണിലോട്ട് അവന്റെ ഒരു ഹാക്കർ കൂട്ടുകാരൻ വിളിക്കും. അവൻ വിളിച്ചിട്ട് ഹീറോ നേരത്തെ ഒരു ഗ്രേവ് യാർഡിൽ പോയില്ലായിരുന്നോ, ഒരു ഒറ്റപ്പെട്ട ഗ്രേവ് യാർഡിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട, അതിനെപ്പറ്റി അവൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോനോട് ഇത് പറയാണ്. മറ്റേ കൂട്ടുകാരൻ വിചാരിക്കുന്നത് അവനെന്തോ ഗെയിം കളിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതെന്നാണ്. ഇപ്പൊ കളിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറിനോട് ഈ പട്ടാളക്കാരനെ പിടിച്ചോണ്ട് പോകാൻ പറയും. ഹീറോ അവിടെ നിൽക്കുമ്പോൾ മറ്റവർ പോയി കഴിഞ്ഞില്ലേ, ആ സമയം ഒരു മിസൈൽ വന്ന് അവിടെ പതിക്കും. പെട്ടെന്ന് തന്നെ ഹീറോ തെറിച്ച് ദൂരോട്ട് വീഴും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുന്നത്, ഹീറോ മരിച്ചു എന്നല്ലേ, മിസൈൽ വന്ന് കൊണ്ടിട്ട് അവൻ ദൂരോട്ട് തെറിച്ചു എന്ന്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഹീറോ പതിയെ എണീക്കും. എല്ലാവർക്കും അത്ഭുതമാണ്. ആ സമയം അവന്റെ ഹാക്കർ കൂട്ടുകാരൻ ഫോണിൽ ഹലോ ഹലോ പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നു പോവുകയാണ്. അതായത് അവന് മരണമില്ല, ഏകദേശം 300 വർഷത്തോളം അവൻ ജീവിക്കും. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ല, എന്തായാലും 300 മിനിമം. ഇതും കാണിച്ചുകൊണ്ടാണ് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 1ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.